ഗൈസ്. ഇങ്ങനെ നമ്മൾ സിനാന്റെ കൂടെയാണുള്ളത്. 100 കിലോമീറ്ററിന്റെ മുകളിൽ ട്രാവൽ ചെയ്ത് വന്നതാ. മാഷാഅല്ലാഹ്. നമ്മളെ ചക്കനാ ഗൈസ്, എല്ലാരും സപ്പോർട്ട് ചെയ്യാം. ചെറിയൊരു കഥ കേൾക്കണവരെ കേട്ടിട്ടുണ്ട് സംഭവം. കഥ എന്ന് പറഞ്ഞാല് യെസ്റ്റർഡേസ് മൈ ഡേ. നമ്മളെ മുജിക്കും ഫറാനിക്ക് എൻ്റെ അടുത്ത് പറഞ്ഞ കാലിയേറ്റ് വെച്ചൊരു പ്രോഗ്രാം എൻ്റെ അടുത്ത് ഒരു 11:30 എത്താൻ പറഞ്ഞായിരുന്നു. ട്രാഫിക് ബ്ലോക്കും ഇറങ്ങിയ ടൈം മുക്കപ്പാട് വെച്ച് നോക്കുമ്പോൾ ഞാൻ എത്തുന്ന 2 മണിക്കാണ്. എനിക്ക് വേണ്ടിയിട്ട് എന്നിട്ട് 2 മണി വരെ ഒരാടെ വെയിറ്റ് ചെയ്ത് പക്ഷെ ഞങ്ങൾ മീറ്റ് ചെയ്ത് കുറെ നേരം ടൈം സ്പെൻഡ് ചെയ്ത് എനിക്ക് അത് കഴിഞ്ഞ ശേഷം വേറെ സ്ഥലത്ത് പ്രോഗ്രാം ഉണ്ട്. എന്നിട്ടും എന്നെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഒരു ഡ്രോപ്പ് ചെയ്തിട്ടാണ് പോയിട്ടുള്ളത്. എന്തായാലും ബിഗ് താങ്ക്സ്. പക്ഷേ അതിന് മുമ്പൊക്കെ ഒരു വേറെ വലിയൊരു കഥ ഉണ്ടെന്ന്. മുജിക്ക് കിട്ടുന്ന ലൊക്കേഷനും നോക്കിയിട്ടാണ് വരുന്നത്. ഒരു ഭാഗത്ത് നിൽക്കുകയാണ്, എടുക്ക് പോകണം എന്നറിയില്ല. അങ്ങനെ ഗൂഗിൾ മാപ്പ് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു 50 വയസ്സ് തോന്നിക്കുന്ന ഒരാളിൻ്റെ അടുത്ത് വന്നിട്ട് മോനെ എവിടെ പോകാനുള്ള വെച്ച് ഞാൻ ലൊക്കേഷൻ കാണിച്ചു കൊടുത്ത് എന്നോട് വണ്ടി കയറാൻ പറഞ്ഞു. മാപ്പ് നോക്കുമ്പോൾ കറക്റ്റ് മാപ്പ് റൂട്ട് കൂടിയാണ് പോകുന്നതിനും. അങ്ങനെ ചേച്ചി നിങ്ങൾ എടുക്കാൻ പോകണമെന്ന് വെച്ച്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമുണ്ട്, നിങ്ങൾ മലപ്പുറത്തുനിന്ന് ഒരാൾ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ കോഴിക്കോടിൽ ഒറ്റപ്പെട്ടു പോകാൻ പറ്റൂലല്ലോ. അങ്ങനെ എന്നിട്ട് എന്താ വെച്ചാൽ ഞങ്ങൾ മാപ്പൊക്കെ നോക്കിയിട്ട് കുറേ ചുറ്റി തിരിഞ്ഞ് ഏതൊക്കെ റോഡിലൂടെ പോയി അവസാനം എത്തുന്നത് പാലത്തിന്റെ മുകൾക്ക്. സത്യം പറഞ്ഞാൽ ഫുള്ളും പേരാണ്. അങ്ങനെ ഞാൻ വീണ്ടും മുജിക്കൊക്കെ വെച്ച് എനിക്ക് കറക്റ്റ് മദർസിന്റെ പേര് കാര്യങ്ങളൊക്കെ പറഞ്ഞു. മദർസ് മുതൽ കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞ് അവിടേക്ക് പോയി. ഫോണിലുള്ളവരുടെയൊക്കെ സംസാരിച്ച് വഴിയൊക്കെ ചോദിച്ചറിഞ്ഞ് അവസാനം മദ്രസിന് മുന്നേ ഇറക്കിയിട്ടാണ് എൻ്റെ പോയത്. ഞാൻ പോകുന്ന എനിക്ക് കുറേ ടൈം മൂപ്പര് പേര് വെച്ചിട്ടുണ്ട്. എൻ്റെ പേര് എനിക്ക് അറിഞ്ഞോളം എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല. എൻ്റെ അടുത്ത് പറഞ്ഞത് ഇന്നൊരു കോഴിക്കോടുകാരനായിട്ട് കൂട്ടിക്കോ, അതിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ. ഇതേപോലെ ലൈഫിലേക്ക് സ്ട്രേഞ്ചേഴ്സ് കയറി വന്നിട്ട് ഒരു പെട്ടെന്ന് പോടാ പേര് പോലും അറിയില്ല എനിക്ക്. അവിടുന്ന് നമ്മളെ ഫറാനിക്കാനും മ്യൂസിക്കാനെ കണ്ട് ടൈം സ്പെൻഡ് ചെയ്ത് വേറെ സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്ത് അതിന് ശേഷം ഒരു 5 മണിൻ്റെ അടുത്തായിട്ടുണ്ടായിരുന്നു. വടകര എത്തി. വടകരന്ന് എനിക്ക് കോഴിക്കോട് പോകണം. ബസ് വരാൻ തന്നെ ടൈം പോയോ. അപ്പോഴത്തെ ആസാമിലുള്ള ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു. എന്നെ പോലാണ് ആകെ ഒരു 3 ദിവസം ഉണ്ടായിരുന്നു. കുറച്ചൊക്കെ ലാംഗ്വേജ് കൈകാര്യം ചെയ്ത് അറിയുന്നുണ്ട്. എൻ്റെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ചു. ഇപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ നിന്നാ ടൈമിലാകോ. എന്നിട്ട് എന്നെ അവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ പോയിട്ട് ടിക്കറ്റ് വരെ എനിക്ക് എടുത്തുന്നു. എടാ എനിക്കറിയാത്ത 2 ലൈഫ് തന്നെ റെയിൽവേ സ്റ്റേഷൻ ചാർജ് ഒക്കെ ചെയ്ത്. ട്രെയിനിന്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ നമ്മൾ പറയല്ലേ ഈച്ച കോഴ്സ് എല്ലാം അറിയില്ല അതേ അവസ്ഥയിലും. പക്ഷെ അവിടുന്ന് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കിട്ടാം. കുറേ ആൾക്കാരെ മീറ്റ് ചെയ്യാൻ പറ്റി. ഈ ഫോണൊക്കെ അതിൻ്റെ അടുത്ത് സ്വിച്ച് ഓഫ് ആയി. ഞാൻ അവസാനം മഞ്ചേരി എത്തി. എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ള എന്താ വെച്ചാൽ ഇടയ്ക്കൊന്ന് പുറത്തിറങ്ങാം. അതുകൊണ്ട് ഇതൊരു യാത്രയായിട്ട് കൂട്ടാൻ പറ്റുക വെച്ചാൽ അത്ര വലിയ ലോങ് യാത്ര ഒന്നുമില്ല. എന്നാലും ഈ ഒറ്റ ഡേ തന്നെ എനിക്ക് ഒരു യാത്ര ചെയ്താലുള്ള ബെനിഫിറ്റ്സ് അതുകൊണ്ട് കിട്ടുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. ജീവിതം മനസ്സിലായ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഓരോരുത്തരുടെ ലൈഫിൽ സ്ട്രേഞ്ചേഴ്സ് ആയിട്ട് പല ആൾക്കാരും വന്നിട്ട് കുറേ നല്ല കാര്യം ചെയ്തിട്ട് പോകും. കുറേ ആൾക്കാർ കോഴിക്കോട് വെച്ച് കുറേ നെഗറ്റീവ് പറയുന്നുണ്ട്. പോയ ഡേയ്സിൽ കണ്ട കോഴിക്കോടും അവർ പറഞ്ഞ കോഴിക്കോടും വേറെയാണ്. പിന്നെ ഡേ എന്തായാലും അടിപൊളിയാക്കി തന്ന എല്ലാവർക്കും താങ്ക്സ്. പ്രത്യേകിച്ച് മുജുക്ക, ഫർഹാനിക്ക. അപ്പോൾ അസ്സലാമു അലൈക്കും.